ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും _107 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അങ്ങ് രാജ്യത്തിൻ്റെ പൂന്തോട്ട നഗരിയായ ബംഗളൂരുവിൽ ചെന്ന് കൊമ്പൻ്റെ ശവമടക്കിന് കൊമ്പൻ്റെ വെട്ടിക്കീറി ബിരിയാണി വെക്കാനിരുന്ന കഴുകന്മാരെ തോൽപ്പിച്ച് കൊമ്പൻ മാതൃകയായി. അതും ആഷ്ലി വസൂട്ട് എന്ന അവരുടെ പഴയ പരിശീലകനായി ഇരിക്കെ തന്നെ എന്നൊക്കെ പറയാം. നമുക്ക് 2-1 ജയിച്ചു. ശരിയാണ്, ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ ദയവ് ചെയ്ത് ഈ മാനേജ്മെന്റിന്റെ നെറികേടുകൾ, ഈ മാനേജ്മെന്റ് കാണിച്ച അങ്ങേയറ്റത്തെ നീചമായ പ്രവർത്തികൾ മറക്കരുത്. അതൊരിക്കലും മറക്കാവതാണോ പൊറുക്കാവതാണോ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത്? ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഫാൻ ബേസിനോട് ഇവന്മാർ ഈ നാറികൾ കാണിച്ച ചതി എന്നത് അങ്ങേയറ്റത്തതാണ്. ആലോചിക്കണം. ഡേവിഡ് കെറ്റല എന്ന് പറഞ്ഞ പരിശീലകൻ വന്ന് പറയുകയാണ്, ലൂണ, ഐമൻ, അതേപോലെ അസർ, നോവ, ഇങ്ങനെയുള്ള കളിക്കാരെ, ഇങ്ങനെയുള്ള താരങ്ങളെ ഒന്നും വിട്ടുകളഞ്ഞത് എൻ്റെ അറിവിലല്ല, അല്ലെങ്കിൽ ഞാൻ സമ്മതം കൊടുത്തിട്ടല്ല. ലൂണയെ വിട്ടുകളയാൻ ഇഡിയറ്റല്ല ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എടാ, ഇവന്മാർക്ക് നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നട്ടലുണ്ടോ? നട്ടല് ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ലൂണയെ പോലൊരു പ്ലേ മേക്കറിനെ ഞാൻ മിസ് ചെയ്തു, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരത്തെ ഞാൻ മിസ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് വിങ്ങുകളെ ആശ്രയിക്കേണ്ടി വന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി മാർക്കോ ലെസ്കോവിച്ചിനെ പോലെ, ലൂണയെ പോലെ ഒരു താരത്തെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ആലോചിക്കണം. അപ്പൊ ഇവന്മാർ എന്ത് നട്ടയില്ലായ്മയാണ് കാണിച്ചത്. അതേപോലെ നമ്മുടെ ഓരോ വിദേശ താരങ്ങളും സീറോ വേജസിലാണ് ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ₹1 പോലും സാലറി വാങ്ങിക്കാതെ. സോ അത് മാനേജ്മെന്റിന്റെ നിലപാട് ഇങ്ങനെയാണ്, ഇങ്ങോട്ട് വാ, ഞങ്ങൾ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷേ അവസരം തന്ന് നിങ്ങൾക്ക് ഒരു വിസിബിലിറ്റി ഒക്കെ തരാം എന്ന രീതിയിലാണ് ഈ മാനേജ്മെന്റ് ഈ താരങ്ങളെ കൊണ്ടുവരുന്നത്. ആലോചിക്കണം. നമ്മളോട് ഇവന്മാർക്ക് ലോയൽറ്റി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവേ എന്ന് ചോദിക്കാനുള്ളൂ. ഇനി മനപ്പരയുടെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ ഒരുത്തൻ കയറി ഇരിപ്പുണ്ടല്ലോ, ഒഡീഷയിൽ നിന്ന് കെട്ടിയെടുത്ത ഒരുത്തൻ, അഭിക് ചാറ്റർജി എന്ന് പറയുന്ന CEO, അവനാണ് ആദ്യം പിടിച്ച് പുറത്തു കളയേണ്ടത്. എന്തൊക്കെയാണ് അങ്ങേര് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. ഡേ ബൈ ഡേ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം, അദ്ദേഹം ഒന്നും പോലും വിളിക്കാൻ ഇവനെ പറ്റില്ല. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഡേ ബൈ ഡേ തകർച്ചയിലേക്ക് പോകുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിക്കുക. പ്യുവർ നെപ്പോട്ടിസം. ഫാമിലി ഉൾപ്പെടെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെല്ലാം ക്ലബിനകത്ത് കുത്തി നിറയ്ക്കുക, അനിയനെ മീഡിയ ഫീൽഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കാണിക്കുന്ന മര്യാദയുടെ അങ്ങേയറ്റത്തത് ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന ആരാധകരെ അത്ര നല്ല രീതിയല്ലാതെ റിപ്ലൈ കൊടുക്കുക, ബ്ലോക്ക് ചെയ്യുക, എന്തൊക്കെ മര്യാദകളാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിന് നിഖിൽ ബി നിമഗത് എന്ന ബ്ലാസ്റ്റേഴ്സ് ചെയർമാൻ അറിയാതെ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമല്ല, അരിയിൽ നിന്ന് ആരും അങ്ങനെ വിശ്വസിക്കണമെന്നുമില്ല. സോ ഒന്ന് ആലോചിക്കുക. ഒരു അദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? നട്ടലൂരി അദ്ദേഹം പെട്ടിയിലാക്കി ഉപ്പിലിട്ട് വെച്ചോ നമ്മുടെ നിഖിൽ ബി നിമഗത. അല്ലെങ്കിൽ അദ്ദേഹം ഉടായ്പായിരുന്നു. സോ എന്തിനാണ് ഇങ്ങനെ അഭിക് ചാറ്റർജി പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും ഇടപെട്ടില്ല, നിങ്ങൾ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. സോ പ്ലീസ്, മാഗ്നം ഔട്ട്. നമ്മൾ ഇപ്പോഴും പറയുന്നു മാഗ്നം ഔട്ട്. അത് ഒരു മത്സരത്തിൽ അങ്ങ് ബാംഗ്ലൂരിൽ ചെന്ന് ജയിച്ചെന്ന് പറഞ്ഞ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഓരോ മത്സരത്തിലും വിജയത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ടീമിനെയാണ്. ഓരോ മത്സരത്തിലും വിജയത്തിന് വേണ്ടി അവസാന വിയർപ്പ് തുള്ളിയും മൈതാനത്ത് വീഴുന്നത് വരെ പോരാടുന്ന ഒരു ടീമിനെയാണ് നമുക്ക് വേണ്ടത്. സക്സസ്ഫുൾ ടീമിനെ നിലനിർത്തുന്ന ഒരു മാനേജ്മെന്റിനെയാണ് നമുക്ക് വേണ്ടത്. ട്രോഫികൾക്ക് പിന്നാലെ ട്രോഫികൾ കൊച്ചി നഗരത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു കാലമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വളർത്തുന്ന യുവതാരങ്ങളെ, യുവതാരങ്ങളെ ഇങ്ങനെ കോഴികളെ പോലെ വിറ്റ് തുലയ്ക്കാത്തൊരു മാനേജ്മെന്റിനെയാണ്. അത് ഇവന്മാർക്ക് മാഗ്നം കൺസോർഷ്യത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവന്മാർ കാണിച്ച ഈ നെറികേട് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും പറ്റില്ല. അത് ഇവന്മാർ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. സോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അബിന്റെ നേതൃത്വത്തിൽ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ.
അതിൽ വിശ്വസിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ക്ലബ്ബാണ്. നമ്മളുടെ പ്രതിഷേധം ഒരിക്കലും താരങ്ങൾക്കെതിരെയല്ല, നമ്മുടെ പ്രതിഷേധം കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല, നമ്മുടെ പ്രതിഷേധം സപ്പോർട്ടിംഗ് സ്റ്റാഫിനെതിരെയല്ല, നമ്മുടെ പ്രതിഷേധം ഓൺലി മാനേജ്മെന്റിനെതിരെയാണ്. നമ്മുടെ ക്ലബിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്കെതിരെയാണ്. തൊണ്ട പൊട്ടി അലറി വിളിച്ച് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് ചെന്ന് എല്ലാം ചെയ്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ട്രാവലിംഗ് ഫാൻസായി പലയിടത്തും പോയി അത്ര അപമാനവും സഹിച്ച് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വെറുതെ അങ്ങ് എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന എല്ലാ മര്യാദകളും സഹിച്ചിരിക്കാനല്ല സാർ. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഫാൻ ബേസ് എന്ന റെക്കോർഡ് ലഭിച്ച് വെറുതെ അങ്ങ് ഇരിക്കാനല്ല സാർ. ആ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഫാൻ ബേസിനെ നിങ്ങളെ ചോദ്യം ചെയ്യാനും അറിയാം, നേരെ നടത്താനും അറിയാം സാർ. വീഴ്ചപ്പെടുന്ന കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.